ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. വിവാഹിതകളായ സ്ത്രീകൾ സീമന്തരേഖയിൽ കുങ്കുമം അണിയുന്നത് നാം കാണാറുണ്ട്. ഭർത്താവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി, ദീർഘസുമംഗലി യോഗത്തിന് വേണ്ടി ഇത് പ്രാർത്ഥനയോടെ അണിയുകയാണെന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ ഇതുപോലെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ നാം വരുത്തുന്ന പല തെറ്റുകളുമുണ്ട്. ഇത്തരം തെറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതല്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമാണ് ഫലമായി വരിക. സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളും പറയുന്നുണ്ട്. സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ ഒഴിവാക്കേണ്ട തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. 108 ലക്ഷ്മി വാസസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ സിന്ദൂരരേഖ അഥവാ നിറുക. മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഇടമാണ് ഇത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി വാഴുന്ന ഇടം. സിന്ദൂരം എന്നത് അലങ്കാരത്തിനായിട്ട് അണിയേണ്ടതല്ല എന്നതാണ് വാസ്തവം. സ്ത്രീ കുളിച്ച് ശുദ്ധിയായി വന്ന് നിത്യം സിന്ദൂരം അണിയുന്നത് നല്ലതാണ്. ഇത് എവിടെ നിന്ന് വേണമെങ്കിലും അണിയാൻ സാധിക്കുമെങ്കിലും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് നിന്ന് അണിയുന്നതാണ് കൂടുതൽ നല്ലത്. ആർത്തവ കാലത്ത് സിന്ദൂരം തൊടാൻ സാധിക്കുമോ എന്നുള്ള സംശയം പലർക്കുമുണ്ട്. ഈ സമയത്തും സിന്ദൂരം അണിയാവുന്നതാണ്. ഇത്തരം അവസരത്തിൽ പൂജാമുറിയിൽ വെച്ച് തൊടാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു സിന്ദൂരച്ചെപ്പ് എവിടെയെങ്കിലും വെച്ച് അതിൽ നിന്നും അണിയാവുന്നതാണ്. ഇതല്ലാതെ ആർത്തവകാലത്ത് സിന്ദൂരം തൊടാൻ പാടില്ല എന്നില്ല. ഇത് ഇഷ്ടമെങ്കിൽ തൊടാം, ഇല്ലെങ്കിൽ തൊടണ്ട. അതുപോലെ നിറുകയിൽ പല രീതിയിലും സിന്ദൂരം അണിയുന്നവരുണ്ട്. ചിലരിത് തലയിൽ സൈഡിൽ നിന്ന് മുടി വകയുന്നതിനാൽ ആ വശത്ത് അണിയുന്നത് കാണാം. അതുപോലെ ഒരു ചെറിയ ഡോട്ട് പോലെ തൊടുന്നവരുണ്ട്. വാരിപ്പൊത്തി നിറുകയിൽ നീളത്തിൽ അണിയുന്നവരും നിറുകയിൽ നിന്നും താഴേക്ക് ഇറക്കി തൊടുന്നവരുമൊക്കെയുണ്ട്. ഇതൊന്നും നല്ലതല്ല. മോതിരവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് ആ പിടിയിൽ എടുക്കാവുന്നത്ര കുങ്കുമം എടുത്ത് മിതമായ രീതിയിൽ ഇത് തൊടുക. ഇതുപോലെ കുങ്കുമച്ചെപ്പ് താഴെ വീഴുന്നത് അശുഭകരമാണ്. ഇങ്ങനെ വീണാൽ ഉടൻ തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് കുങ്കുമച്ചെപ്പ് പൂജിച്ച് പ്രാർത്ഥിച്ചു വാങ്ങിക്കുക. ഇത് ദോഷം മാറാൻ നല്ലതാണ്. അതുപോലെ ഒരു കുങ്കുമച്ചെപ്പിൽ കുങ്കുമം ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് മറ്റൊരു സ്ത്രീ ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണെങ്കിലും കുങ്കുമച്ചെപ്പ് പങ്കിടരുത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.